ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ആണ്. സപ്പോസ് നമ്മുടെ കയ്യിലൊരു വെക്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് ഇറ്റ് ഈസ് എക്സ് ആൻഡ് ഒരു മെട്രിക്സ് ഉണ്ട് എ ആൻഡ് ലാംഡ എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എക്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്, എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്, ആൻഡ് ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി, ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയുടെ ഐഗൺ വാല്യൂ ആണ് ലാംഡ എന്നും എയുടെ ഐഗൺ വെക്റ്ററാണ് എക്സ് എന്നും പറയുന്നതിനുള്ള കണ്ടീഷനാണ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. എക്സും എയും ലാംഡായും ഈ ഒരു ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിനെ എയുടെ ഐഗൺ വെക്റ്ററാണെന്നും ലാംഡയെ എയുടെ ഐഗൺ വാല്യൂ ആണെന്നും പറയും. സോ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരും, എന്നിട്ട് അതിൻ്റെ ഐഗൺ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സും കാണാൻ പറയും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരും. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും എല്ലാ തരത്തിലുള്ള മെട്രിക്സുകൾക്കും ഡിഫൈൻഡ് അല്ല. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഐഗൺ വാല്യൂവും ഐഗൺ വെക്റ്ററും ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്വയർ വെക്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഐഗൺ വെക്റ്റർ അല്ല ഉണ്ടായിരിക്കാം. ഒരു മെട്രിക്സിന് ഒന്നിൽ കൂടുതൽ ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഐഗൺ വാല്യൂസും ഉണ്ടായിരിക്കാം. ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു മെട്രിക്സ് എടുത്താലും, ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിലും 0 എന്ന് പറയുന്നത് അതിൻ്റെ ഐഗൺ വാല്യൂ ആയിരിക്കും, ആൻഡ് 0 എന്ന് പറയുന്നത് 0 വെക്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഐഗൺ വെക്റ്ററും ആയിരിക്കും. അതുകൊണ്ട് തന്നെ 0 വെക്റ്ററിനെയും 0 എന്ന് പറഞ്ഞ വാല്യൂവിനെയും നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. ഓക്കെ, 0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0 വെക്റ്റർ എന്ന് പറയുന്നത് എല്ലാ മെട്രിക്സിൻ്റെയും ഐഗൺ വെക്റ്ററാണ്. സോ നമ്മൾ 0 വെക്റ്ററിനെ ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് പറയും. ഓക്കെ, സോ ഇത്രയാണ് ഐഗൺ വാല്യൂസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സിൽ എ ഇൻറ്റു എക്സ് ഒരു വെക്റ്ററാണ്, ലാംഡ ഇൻറ്റു എക്സ് അഗെയിൻ വെക്റ്ററാണ്. ലാംഡ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, എക്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്, എ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെട്രിക്സ് ആണ്. ഇനി നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കാണാനാണ് പറയുക. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ്, ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കും. അതിനുശേഷം ഓരോ ലാംഡയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്റ്റേഴ്സിനെയും കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, അതായത് ഐഗൺ വാല്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. നമുക്ക് 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയും ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കാണാനാണ് ക്വസ്റ്റ്യൻ വരിക. സോ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെ കാണാൻ നോക്കാം. സോ ഒരു 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനുള്ള ഇക്വേഷനാണ് ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇതിനകത്ത് S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ വരുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും. സോ ഈ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മായിരിക്കും S1 എന്ന് പറയുന്നത്. അതുപോലെ S2 എന്ന് പറയുന്നത് ഈ ഗിവൺ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഇത് 2x2 മെട്രിക്സിൻ്റെ കേസിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ലാംഡയുടെ റൂട്ട് വാല്യൂസ് കണ്ടുപിടിക്കും. സോ ആ ലാംഡയുടെ വാല്യൂസ് ആയിരിക്കും നമ്മുടെ ഐഗൺ വാല്യൂസ്. ഓക്കെ, ഇനി 3x3 മെട്രിക്സ് ആണെങ്കിൽ
ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 0 എന്നുള്ളതാണ്. ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 0. ഇതിനകത്തും S1 എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് S2 എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക, സം ഓഫ് മൈനേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. ഈ ഒരു ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ മൈനേഴ്സിൻ്റെ സമ്മ്. ഓക്കെ, ഡയഗണലിൽ 3 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ കാണുക, അതിൻ്റെ സമ്മ് എടുക്കുക, അതായിരിക്കും S2. മൈനർ എങ്ങനെയായിരിക്കും കാണുക? ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എലമെൻറ്റിൻ്റെയാണ് നമ്മൾ മൈനർ കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഈ എലമെൻറ്റുള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കളയും, ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ആ രീതിയിലാണ് നമ്മൾ മൈനർ കാണും. ആൻഡ് S2 എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് മൈനേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. ആൻഡ് S3 എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ. S3 എന്താണ്? എയുടെ ഡിറ്റർമിനൻ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്. A = 1 1 - 2 4. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഐഗൺ വാല്യൂ ആണ്. ഐഗൺ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 0. സോ എങ്ങനെ കിട്ടും? ഇതിനകത്ത് S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽസ്. സോ 1 + 4 5. S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. 1 × 4 4 മൈനസ് -2 × 1 ഈസ് -2. സോ 4 - -2 ഈസ് 4 + 2 6. സോ ഇവിടെ S2 6 ആണ്, S1 5 ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് S2 6. ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 6 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലാംഡയുടെ വാല്യൂ കാണണമെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് കാണണം. ഇതിനെങ്ങനെ സൊല്യൂഷൻ കാണാം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടുന്ന എലമെൻറ്റ്സ് നോക്കുക. ഏതൊക്കെയാണ് ആ 2 എലമെൻറ്റ്സ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടണമെങ്കിൽ -3ഉം -2ഉം ആയിരിക്കും നമ്പേഴ്സ്. സോ അങ്ങനെയാണെങ്കിൽ -3ഉം -2ഉം ആണ് നമ്പേഴ്സ് എങ്കിൽ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ഈ തന്നിട്ടുള്ള ഇക്വേഷനെ മാറ്റി എന്ത് എഴുതാം? ലാംഡ -3 × ലാംഡ -2 0. സോ നമുക്ക് എന്ത് പറയാം? ലാംഡ = 3 എന്നും പറയാം, ലാംഡ = 2 എന്ന് പറയാം. സോ ലാംഡയ്ക്ക് 2 വാല്യൂസാണ്. ലാംഡ = 3 ഉണ്ട്, ലാംഡ = 2 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലാംഡ 1 = 3, ലാംഡ 2 = 3, ലാംഡ 1 = 3 എന്നും ലാംഡ 2 = 2 എന്നും എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ സെപ്പറേറ്റ് എഴുതണം എന്നത് നിർബന്ധമുള്ള കാര്യമല്ല, നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ ലാംഡയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ, ഇത് ഐഗൺ വാല്യൂസ് ആണ് കിട്ടിയത്, ഐഗൺ വെക്റ്റർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. സോ ആദ്യം നമുക്ക് ഏതെടുക്കാം? ലാംഡ 1 = 3 എടുക്കാം. ഓക്കെ, ലാംഡ 1 = 3 എടുത്തു. സോ അവിടെ ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A മൈനസ്, ഇവിടെ ലാംഡേൻ്റെ വാല്യൂ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, A - ലാംഡ I × x = 0 എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. സോ ഈ ഒരു ഇക്വേഷനകത്ത് ലാംഡയ്ക്ക് നമ്മൾ കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താണ്? 3. സോ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എയിൽ നിന്ന് ഡയഗണൽ എലമെൻറ്റ്സ് നിന്ന് 3 മൈനസ് ചെയ്താൽ മതി. എയിലെ ഡയഗണൽ എലമെൻറ്റ്സ് നിന്ന് 3 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ A - ലാംഡ I × x എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും. സോ എങ്ങനെ കിട്ടുക നോക്കാം. സോ എയിൽ നിന്നും ഡയഗണൽസ് നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് -2 1 -2 1. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയിട്ട് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം.
സോ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വരുന്നത് ഇങ്ങനെ ആയിരിക്കും, -2 1 -2 1 ഇൻറ്റു XY അല്ലെങ്കിൽ x1 x2 രണ്ട് രീതിയിൽ എടുക്കാം. XY എന്നെടുക്കുക, അല്ലെങ്കിൽ എന്തെടുക്കുക x1 x2 = 0. ഇതിൽ നിന്നാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കുന്നത്, x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, കിട്ടിയ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, -2 1 0 -2 1 0. ആൻഡ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ഏതൊക്കെ കൊടുത്താൽ മതി, R2 ചേഞ്ചസ് R2 - R1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ റോ കംപ്ലീറ്റ് 0 ആയിട്ട് കിട്ടും. പിന്നെ ഫസ്റ്റ് റോയിൽ R1ൽ ഫസ്റ്റ് എലമെൻറ്റ് 1 കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ട്രാൻസ്ഫോർമേഷന് ശേഷം നമുക്ക് കിട്ടിയത് ഇതാണ്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ x1 ആയിട്ട് എടുക്കും. സോ x1 - 1/2 x2 = 0. ദാറ്റ് മീൻസ് x1 = 1/2 x2. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1/2 x2 ആണ്. സോ x എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സിൽ x1ന് പകരം നമുക്ക് എന്ത് എഴുതാം, 1/2 x2 ആൻഡ് x2ന് പകരം x2 എന്ന് തന്നെ എടുക്കാം. സോ ഇതായിരിക്കും നമുക്ക് ഈ ഒരു കേസിൽ കിട്ടുന്ന ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി x2ൻ്റെ വാല്യൂസ് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് കിട്ടും. സോ λ1 = 3ക്ക് കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്ന ഐഗൺ വെക്റ്റേഴ്സാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി നമുക്ക് എന്ത് വേണം, λ = 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. സോ ഇവിടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ λ2 ആണ്. സോ ഓരോന്നിൻ്റെയും ഡയഗണൽ എലമെൻറ്റ്സ് നിന്ന് 2 എന്നത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ കിട്ടും, നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതായിരിക്കും. ഓക്കെ, സോ എന്താവും, -1 1 0 -2 2 0. ഓക്കെ, എഗെയിൻ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതായിരിക്കും 1 - 1 0 0 0 0. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, x1 - x2 = 0. ദാറ്റ് മീൻസ് x1 = x2. സോ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, x1 x2 സെയിം ആണ്. സോ x1ന് പകരവും x2 എഴുതാം, x2ന് പകരവും x2 എഴുതാം. സോ x = x2 x2. ഇനി x2ന് 1 കൊടുത്താൽ നമുക്ക് 1 1 എന്ന മെട്രിക്സ് സൊല്യൂഷനായിട്ട് കിട്ടും. x2ന് 3 കൊടുത്താൽ 3 3 ആവും. സോ x2ൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂവും ഐഗൺ വെക്റ്ററും കണ്ടുപിടിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് A = 0 1 1 0. എഗെയിൻ ഇവിടെ ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തും കണ്ടുപിടിക്കാം, ഐഗൺ വെക്റ്റേഴ്സും കാണാം. ഐഗൺ വാല്യൂസ് എങ്ങനെ കാണാം, ഇക്വേഷൻ എന്തായിരുന്നു, λ² - S1 λ + S2 = 0. ഇതിനകത്ത് S1 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മാണ്, ദാറ്റ് ഈസ് 0. സോ ഈ ടേം മൊത്തത്തിൽ നമുക്ക് എന്തായിട്ട് പോകും, 0. S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ത് വരും, 0 × 0 0 -1 × 1 1. സോ ദാറ്റ് ഈസ് -1. ഓക്കെ, ഡിറ്റർമിനൻറ്റ് -1 ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിട്ട് മാറും, λ² - 1 = 0. ഓക്കെ, ഇനി സൊല്യൂഷൻസ് എന്തൊക്കെയാണ് വരിക, അപ്പോൾ ഇതിൻ്റെ കിട്ടിയ ഇക്വേഷൻ ഈസ് λ² - 1 = 0. ദാറ്റ് മീൻസ് λ² = 1, λ ± 1. ലാംഡേൻ്റെ വാല്യൂ എന്താണ്, +or-1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, λ = 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി, ഡയഗണൽസ് നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് കണ്ടുപിടിച്ചിട്ട് x1നും x2നും ഇക്വേഷൻസ് കാണാം. അടുത്ത് λ = -1 എടുക്കുക, സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു
3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഐഗൺ വാല്യൂസ് മാത്രമേ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഐഗൺ വെക്റ്റേഴ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് അതിനകത്തൂടെ പോയി നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A = 1 2 - 1 1 0 1 4 - 4 5 എന്ന് പറയുന്നതാണ്. സോ ഇതിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കണ്ടുപിടിക്കണം. സോ എങ്ങനെ ചെയ്യാം? ഓക്കെ, സോ 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കാണാനുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? λ³ - S1 λ² + S2 λ - S3 = 0. അതിനകത്ത് S1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡയഗണൽ എലമെൻസിൻ്റെ സം 1 + 0 + 5 = 6. S2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ, അതായത് 1ൻ്റെ 0ൻ്റെ 5ൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൈനേഴ്സാണ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് മൈനേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമുക്ക് 1ൻ്റെ മൈനർ എന്താ വരിക? 1ൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ 1 ഉള്ള റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ദാറ്റ് ഈസ് 0 1 ഡിറ്റർമിനൻറ്റ് 0 1 -4 5. ആൻഡ് അടുത്തത് ആരുടെയാണ്? 2ൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ 2 ഉള്ള റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളത് ദാറ്റ് ഈസ് 1 - 2ൻ്റെ അല്ല നമുക്ക് വേണ്ടത്, 0ൻ്റെ ആണ്. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ ആണ്. ഓക്കെ, സോ 0 ഉള്ള റോയും കോളും ഒഴിവാക്കിയാൽ ബാക്കി എന്തുണ്ട്? 1 - 1 4 5 പ്ലസ് അടുത്തത് ആരുടെ വേണം? 5ൻ്റെ എന്തായിരിക്കും വരിക? 5 ഉള്ള റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? 1 2 1 0. സോ ഇനി S2ൻ്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ഡിറ്റർമിൻ്റ് കാണാം. അവിടെ എന്ത് വരും? 0 × 5 0 -4 × 1. അപ്പോൾ -4 വരും. സോ ആൻസർ ഈസ് 4. ഇവിടെ വരിക 1 × 5 5 -4 × -1 ഈസ് -4. സോ 5 + 4 9 വരും. ഇവിടെ എന്ത് വരും? 1 × 0 0 -1 × 2 2. 0 - 2 ഈസ് -2. സോ ചെയ്യുമ്പോൾ 4 + 9 - 2 = 11 എന്ന് വരും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? S2 കിട്ടുക. S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ മൈനേഴ്സിൻ്റെ സം. സോ S2 ആയി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? S3 ആണ്. S3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡിറ്റർമിനൻ്റ് ആണ്. തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റത്തെ എലമെൻ്റ് എടുക്കുക, ദാറ്റ് ഈസ് 1 × 1 ഉള്ള റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ്. 1 ഉള്ള റോയും കോളും ഒഴിവാക്കി എന്ത് കിട്ടും? 0 -4 പ്ലസ്, ഓക്കെ പ്ലസ് അല്ല, സെക്കൻഡ് എലമെൻറ്റ് വരുമ്പോൾ അതാണ് 1ൻ്റെ വരിക. അടുത്ത് വരുമ്പോൾ എന്താണ്? രണ്ടാമത്തെ എലമെൻറ്റ് 2 ആണ്. 2 പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? -2 ആണ്. സോ -2 × 2 ഉള്ള റോയും കോളും ഒഴിവാക്കുക, ബാക്കി എന്താണ്? 1 1 4 5. സോ 1 × 5 5 5 -4. ലാസ്റ്റ് വൺ ഈസ് -1 × -1 ഉള്ള റോയും കോളും ഒഴിവാക്കുക. സോ എന്ത് കിട്ടും? -1 0 4 -4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -4 -0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് കിട്ടുന്നത് 6 എന്നാണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് 6 എന്ന് കിട്ടും. സോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ത് വരും? λ³ - 6 λ² + 11 λ - 6 = 0. λ³ - S1 λ² ആണ്. S1 is 6. അപ്പോൾ 6 λ² + S2 λ, that is 11 λ - S3. S3 is ഡിറ്റർമിനൻ്റ് ആണ്, ദാറ്റ് ഈസ് 6. സോ ഇവിടെ കിട്ടിയ ഇക്വേഷൻ ഈസ് λ³ - 6 λ² + 11 λ - 6 = 0. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആരുടെ വാല്യൂസ് കണ്ടുപിടിക്കണം? ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ ചെയ്യാം? ക്യൂബിക് ഇക്വേഷൻസ് വരുമ്പോൾ റൂട്ട്സ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂട്ടിനെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കണ്ടുപിടിക്കും. അതായത് നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് 1 -1 2 -2 ഇതെല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും.
ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലാംഡ ക്യൂബ് പറയുമ്പോൾ 1 ക്യൂബ് മൈനസ് 6 × 1 സ്ക്വയർ പ്ലസ് 11 മൈനസ് 6 ഈക്വൽ ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് 6 പ്ലസ് 11 മൈനസ് 6 ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടും. സോ ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിട്ടുള്ള ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ ഈക്വൽ ടു 1 സൊല്യൂഷൻ ആണെങ്കിൽ ലാംഡ മൈനസ് 1 ഈ ഇക്വേഷൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. സോ ഈ ഇക്വേഷനെ നമ്മൾ ലാംഡ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ അടുത്ത 2 വാല്യൂസും കിട്ടും. ഓക്കെ, സോ ഇവിടെ ലാംഡ ക്യൂബ് മൈനസ് എന്തായിരുന്നു ഇക്വേഷൻ? ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 6 നമ്മൾ ലാംഡ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് പോളിനോമിയൽ ഡിവിഷൻ ചെയ്താൽ മതി. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ ഇതും എഗെയിൻ നമ്മുടെ തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഫാക്ടറാണ്. സോ ഇതിൻ്റെ സൊല്യൂഷനും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ സൊല്യൂഷനായിരിക്കും. സോ നമ്മളിനി ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് -2 ആൻഡ് -3. സോ ഇക്വേഷനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? ലാംഡ മൈനസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ഓൾറെഡി നമുക്ക് കിട്ടിയത് ലാംഡ ഈക്വൽ ടു 1 സൊല്യൂഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു 2, ലാംഡ ഈക്വൽ ടു 3. നേരത്തെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ലാംഡ ഈക്വൽ ടു 1ഉം കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഐഗൺ വാല്യൂസ് എത്രയൊക്കെയാണ്? 1, 2 ആൻഡ് 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. സോ ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണം. ദെൻ അടുത്തൊരു സ്റ്റെപ്പിൽ ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. ആൻഡ് ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. സോ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത് -x2 x2 2x2 ആയിരിക്കും. അതിൻ്റെ അടുത്തത് കിട്ടാൻ പോകുന്നത് നമുക്ക് -2x2 x2 4x2. അതിൻ്റെ ഒരെണ്ണം കിട്ടുക -x2 x2 4x2. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന 3 ഐഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഐഗൺ വെക്റ്റേഴ്സിലെല്ലാം x2ന് ഡയറക്റ്റ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സാണ് ഈ 3 എണ്ണം. ഓക്കെ, സോ അത് ഓരോന്നും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ നോട്ടിൽ ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സോ നോട്ട്ബുക്ക് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ്.